ഹല്ലേലൂയ. 42-ാം സങ്കീർത്തനമാണ് വായിച്ചത്. ദൈവമേ, എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എന്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ എപ്പോഴാണോ നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം കുറയുന്നത്, അപ്പോഴേക്കും നമ്മുടെ ദാഹം. 42-ാം സുവർണ സങ്കീർത്തനത്തിൽ പറയുകയാണ്, ദൈവമേ, നിന്റെ അടുക്കൽ നിൽപ്പാൻ ഞാൻ വാഞ്ചിച്ചു മോഹിച്ചു. നിന്നെ കാണാൻ, നിന്നെ കുറിച്ച് അറിയുവാൻ, നിന്റെ വചനം ശ്രവിപ്പാൻ, നിന്റെ വചനം കേൾപ്പാൻ, നിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുക. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം നമ്മൾ ഒരിക്കൽ തിരിച്ചറിയും, ഈ സാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോകുന്നതാണ്. ലോകവും അതിന്റെ മോഹങ്ങളെല്ലാം ഒഴുകിപ്പോകും. എല്ലാ ക്രമങ്ങളും മാറ്റപ്പെടും. ഇരുട്ടി വെളുക്കുന്നത് പോലെ ഇത് മാറ്റപ്പെടും. എന്നാൽ ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾ തെളിഞ്ഞു വരും. അപ്പോൾ പറ്റിയിരിക്കുന്നവൻ വീണ്ടും വീണ്ടും പറ്റിയിരിക്കാൻ ആഗ്രഹിക്കുന്ന എന്തോ അതിനകത്തുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഒരു സ്നേഹിതന്മാർ തമ്മിൽ പറ്റിയിരുന്നാലും ഉറങ്ങുമ്പോഴെങ്കിലും എന്ത് ചെയ്യും? വേർപെട്ടു പോവുകയോ മറ്റു കാര്യങ്ങളിലേക്ക് പോവുകയോ ചെയ്യും. എന്നാൽ ദൈവത്തോട് പറ്റിയിരിക്കുന്ന ഒരു ഭക്തൻ അവിടെ നിന്ന് ഒരിക്കലും മാറാൻ ആഗ്രഹിക്കുന്നു. അങ്ങനത്തെ ഒരു അഗാധമായ റിയൽ ലവ് അതിനകത്ത് നമ്മളുടെ കാഴ്ചപ്രകാരം ഇരിക്കുന്ന സ്നേഹത്തിനകത്തൊക്കെ എപ്പോഴും ഏറ്റക്കുറിച്ചിലുകൾ വന്നിരിക്കും. എന്നാൽ ദൈവം സ്നേഹമാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന വചനത്തിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഒരിക്കലും മടുക്കാത്ത എന്തോ ഒന്ന്, ഒരിക്കലും മടുത്തു പോകാൻ പറ്റാത്തതൊന്നും. ചില പറയണ്ടേ, എപ്പോഴും സ്വർഗത്തിൽ ആരാധനയാണോ, കഞ്ഞുപിടിക്കാൻ സമയമില്ല. അതൊക്കെ വെറും ബാലിശമായ ചോദ്യങ്ങളാണ്. പിള്ളേരെ സ്കൂളിൽ വിടണ്ടേ, പഠിപ്പിക്കണ്ടേ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും എപ്പോഴും കീടങ്ങൾ താഴെയിടുന്നു ആരാധിക്കുന്നു, കീടങ്ങൾ താഴെയിടുന്നു ആരാധിക്കുന്നു, ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെയുള്ള ചോദിച്ചിട്ടുണ്ട്. ഞാൻ അതിലൊന്നും ബിലീവ് ചെയ്യുന്നില്ല. എനിക്ക് പല കാര്യങ്ങളും അവിടെ ഉണ്ടാവും, പ്രത്യേകിച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ പറയുന്നു, അതുകൊണ്ട് അതിനെക്കുറിച്ച് യേശു പറയാണ്, അവർ എന്റെ അടുക്കൽ ഇരിക്കാൻ. അപ്പം നമ്മള് ഭക്തന്മാരെ നോക്കിക്കഴിഞ്ഞാൽ അവർ വേദനിച്ചത് എപ്പോഴും അകന്നു പോയി പോകുമ്പോഴാണ്, മനുഷ്യരുടെ ശബ്ദം കേൾക്കുമ്പോഴാണ്. അബ്രഹാമിന്റെ വീട്ടിൽ അടിയുണ്ടാകാനുള്ള പ്രധാന കാരണം, വഴക്കുണ്ടാകാനുള്ള ഒരു കാരണം തന്നെ സാറായുടെ വാക്ക് കേട്ടതുകൊണ്ട്. ദൈവത്തിന്റെ വാക്ക് കേട്ടപ്പോ ഒന്നുമില്ലാതിരുന്ന അബ്രഹാം ഒരു സമ്പന്നനായിക്കൊണ്ടേ. അപ്പോൾ സാറേ മനസ്സിലാകുന്നോ? എപ്പോഴാണോ ആ വാക്കിന് ചെവി കൊടുത്തത് അപ്പോഴേക്കും സ്വസ്ഥത നഷ്ടപ്പെട്ടു. അതുപോലെ നമ്മൾ ഓരോ ഘട്ടങ്ങളിൽ നോക്കുമ്പോഴും, എന്നാൽ ഹാനോക്കിനെ കുറിച്ച് പറയുന്നു, അവൻ മറ്റാരുടെയും വാക്ക് കേട്ടില്ല, ദൈവത്തോട് കൂടെ തന്നെ നടന്നു, വേറെ ആരെയും കേൾപ്പാൻ മനസ്സ് വന്നില്ല. അപ്പൊ നമ്മളും ദൈവത്തിന്റെ സന്നിധിയിൽ ജനിച്ച നാൾ, വീണ്ടും ജനിച്ച നാൾ മുതൽ എപ്പോഴാണോ ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ എടുക്കപ്പെടുന്നത്, കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുന്നത് വരെയും നാം അവനോട് കൂടെ നടക്കാൻ, നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ ഞാൻ അവനെ മുഖാമുഖം കാണുന്ന നാളുകളിലേക്കുള്ള യാത്രയാണ്. ഹല്ലേലൂയ. ഞാൻ അവന്റെ സന്നിധിയിൽ എത്തുന്ന ദേഹസഹിതനായി ഞാൻ അവനെ കാണുന്ന ഒരു നാൾ വരാനുണ്ട്. ആമേൻ. എനിക്ക് ഒരുപാട് ആഴത്തിൽ അത് പറഞ്ഞാൽ അറിയത്തില്ല. എന്നാൽ ഒരു കാര്യം സത്യമാണ്, നമുക്കൊരിക്കലും വേർപിരിയാൻ പറ്റാത്ത എന്തോ ഒരു ഭയങ്കരമായ ഒരു സ്നേഹം ദൈവത്തിന്റെ അടുക്കൽ. ഒരിക്കലും മടുത്തു പോകാം. ദൈവത്തെ മടുത്തു എന്ന് എവനെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, അതായത് ദൈവത്തെ അനുഭവിച്ചിട്ട് മടുത്തുപോയി, എനിക്ക് ദൈവം മടുത്തുപോയി എന്നൊരാൾ പറയുന്നുണ്ടെങ്കിൽ എന്തിനെ കളം വിട്ടെന്നറിയാം. ഇവിടെ ഭക്തൻ പറയുകയാണ്, ഇതാണ് ഒരു കൂട്ടരും മനസ്സിൽ പറയുകയാണ്, മാൻ നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നു. അപ്പൊ ഇതിന്റെ ആഗ്രഹം ഈ നീർത്തോടുണ്ട് എന്ന് അറിയാം. അപ്പൊ അവിടെ എത്തുന്നത് വരെ ഇതെന്ത് ചെയ്യും? നാളെ പോകാന്ന് ചിലർക്ക് അങ്ങനെയുള്ള, നാളെ പോവാം, നാളെ ആകട്ടെ, ഇതൊന്നും മാറ്റി നിർബന്ധമല്ല. കാരണം അതിന് ദാഹം അതിന്റെ അകത്ത് കിടക്കുവാണ്. അപ്പോ അവിടെ ഒരു ഉപമ പോലെ പറഞ്ഞിരിക്കുന്നു, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ,
ദൈവമേ, എന്റെ ഉള്ളം എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. എത്ര വലിയൊരു പ്രാർത്ഥനയാണ്. മരിച്ചു പോകുന്ന കാര്യത്തെ കുറിച്ചല്ല അവിടെ പറയുന്നത്. കർത്താവേ, എന്റെ ഉള്ളം, നമ്മൾ ഈ ഒരു പ്രാർത്ഥന നമ്മുടെ അകത്തു നിന്ന് എത്രത്തോളം ഡെവലപ്പ് ചെയ്ത് വരുന്നോ അത്രത്തോളം നമ്മൾ ദൈവത്തിൽ നിന്ന് അകലാതിരിക്കും. യഥാർത്ഥ ഒരു ഭക്തൻ, ഇപ്പൊ അവിടെ പാട്ട് പാടുന്നവരുണ്ട്, സങ്കീർത്തനക്കാർ ഒരുപാട് പേരുണ്ട്, ഒരുപാട് ജനമുണ്ട്. പക്ഷെ ഒരുപാട് ജനമുണ്ടെങ്കിലും ഈ മനുഷ്യന്റെ ഉള്ളിൽ അവൻ ആരാധിക്കുന്നത് ദൈവത്തെ, ആലയത്തിൽ ചെല്ലുന്നത് ദൈവത്തെ കാണാൻ, ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ. അപ്പൊ അകത്തൊരു കൊതി, ഭയങ്കരമായൊരു കൊതി ആ മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുകയാണ്. സഹോദരങ്ങൾ, ഒരു കാര്യം ശ്രദ്ധിക്കണം. ആയിരങ്ങളുടെയും പതിനായിരങ്ങളുടെയും ആരവം ഒരു ഭാഗത്ത് സന്തോഷം തന്നെ, പക്ഷെ ദൈവത്തോട് ചേരുവാനുള്ള വാഞ്ച ഒരുത്തന്റെ ഉള്ളിലാണ് കിടക്കുന്നത്. ഹല്ലേലൂയ. ഈ ഒരുപാട് പേര് പോകുന്നത് കൊണ്ട് ഞാനും അവിടെ ചെന്നു എന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല. ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട് അവൻ ആ ദൈവവുമായിട്ട് ഒരു ആഴത്തിലുള്ള റിലേഷൻ സ്ഥാപിച്ച അവനതൊരിക്കലും മടുക്കത്തില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ തിരിച്ചറിഞ്ഞ ഒരു സത്യം, എത്ര നമ്മള് ദൈവത്തോട് അടുത്തിരിക്കുമ്പോഴും മടുത്തു പോകത്തില്ല. എന്നാൽ നമ്മൾ മറ്റേതെങ്കിലുമൊക്കെ കാര്യങ്ങളിലൊക്കെ പോകുമ്പോൾ ഭയങ്കര മടുപ്പുണ്ടാകും. കുറെ ചെയ്ത് കഴിയുമ്പോൾ, പാചകം ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ മടുപ്പുണ്ടാകും. നേരെ ഭക്ഷണം പോലും പിന്നെ കഴിക്കാൻ തോന്നുന്നു. കഴിക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ജോലി ചെയ്യുന്നു, രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ചിട്ട് പറയും മടുപ്പായി. സമ്പത്തിന് വേണ്ടി ഓടുന്നവർ മടുപ്പായി. ഏറ്റവും നല്ല വേല എന്ന് പറയുന്നത് കർത്താവിനോട് പറ്റിയിരിക്കുന്നത് തന്നെ. ഹല്ലേലൂയ. അതിന് നമുക്ക് അകത്തൊരു ഉള്ളിലൊരു വാഞ്ചയും കൊതിയും ഉണ്ടാകണം. ആമേൻ. വായിച്ച ഭാഗം ആനി വായിച്ചിട്ട ഭാഗം 42-ാം സങ്കീർത്തനം. അപ്പൊ അവിടെ കണ്ടോ, ഒരു ഈ വാഞ്ചിക്കുക എന്ന് പറയുമ്പോൾ വെള്ളം കുടിച്ചോണ്ടിരിക്കുന്നവന് പിന്നീട് അധികം വെള്ളം വേണമെന്ന് തോന്നത്തില്ല, അങ്ങനെ അങ്ങ് പൊയ്ക്കോളും. പക്ഷേ ഇവിടെ ആ ഭക്തന്റെ ആഗ്രഹം കണ്ടോ, അത്രമേലൊരു ആഴത്തിലൊരു ദാഹമുണ്ട്. ഇത് ഡിഫറെന്റ് ആണ്. കാരണം പലപ്പോഴും ഇപ്പൊ നമ്മൾ 5 പേരോട് ഇരിപ്പുണ്ടെങ്കിൽ 5 പേർക്കും ഒരുപോലുള്ളൊരു ദാഹമല്ല കിടക്കുന്നത്. ചിലർക്ക് അങ്ങോട്ട് ആഴത്തിലൊരു ദാഹമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോ നോഹയുടെ കാലത്ത് നോഹയ്ക്കുണ്ടായ ഒരു ദാഹം അവിടെയുള്ള മറ്റാർക്കും ഉണ്ടായില്ല. മോശ ദൈവത്തോട് കൂടെ നടക്കുമ്പോൾ മോശ ആദ്യമൊക്കെ എതിർത്ത് പറഞ്ഞെങ്കിലും പിന്നത്തിൽ കരുതിയിട്ടുണ്ടാകണം ഈ വായും കൂടി ഒന്ന് ഉപയോഗിച്ചേ കൊള്ളായിരുന്നു. ഹല്ലേലൂയ. പക്ഷെ അപ്പോഴും മോശയ്ക്കുള്ള എരിവും ദാഹവും മറ്റൊരാൾക്ക് കിട്ടുന്നില്ല. ഇപ്പൊ യോശുവ കണ്ടോ, എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടല്ല മോശയുടെ പുറകെ നടക്കുന്നത്. ദൈവം കൊടുത്ത ആ കൊടുത്ത ടാലന്റുകളെ കുതിയോടെ ആ മലയിൽ കയറി പോകുമ്പോ ഒറ്റയ്ക്ക് വിടാതെ കൂടെ ഞാനും കൂടെ വരട്ടെ എന്ന് പറയുന്നത് പോലെ മോശ കൂടെ പോകുമ്പോ കൂടെ ചെല്ലുന്നൊരു ഹൃദയം. അവിടെ എവിടെയെങ്കിലും അഹറോൻ പോയത് പറയുന്നുണ്ടോ? ദൈവത്തോട് സംസാരിക്കാൻ വേറെ ആരുടെയും ആവശ്യമില്ല. കരമത്തിൽ മാത്രം കൊടുത്താണ്. ഹല്ലേലൂയ. അപ്പോ ഈ മലയുടെ അടിവാരത്തിൽ നിൽക്കുമ്പോഴും പാളയം ശെഖേന ഇറങ്ങുന്നതും ദൈവം മോശയോട് സംസാരിക്കുന്നതും ഒക്കെ കൊതിയോടെ നോക്കി നിന്ന യോശുവയുടെ ദൈവം സംസാരിച്ചു. എബ്രായ പുസ്തകം 11-ാം അധ്യായം വായിച്ചാൽ വീരന്മാരുടെ പട്ടികയിലൊക്കെ ദൈവം ഇടപെട്ടതും സംസാരിച്ചതും കാണാം. ദാനിയേലോട് ദൈവം സംസാരിച്ചു, ദർശനങ്ങളിൽ സംസാരിച്ചു. ഇവരൊക്കെയും ദൈവത്തെ കാണുവാൻ കൊതി വെച്ചവരാണ്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ദൈവമക്കളെ, ദൈവത്തെ കാണുവാൻ ഒരു കൊതി നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. ഒരു വാഞ്ച ഉള്ളിൽ. ഇവിടെ ഭക്തന്റെ ഒരു വാക്കിൽ തന്നെ കിടക്കുവാണ്, വെള്ളത്തിനായി ദാഹിച്ചു വലഞ്ഞ മാനിനെ പോലെ. വെള്ളം കിട്ടി നിറഞ്ഞ് തൃപ്തിയോടെ ഇരിക്കുന്ന ഒരു മാനിനെ പോലെയല്ല, ധനവാൻ സമ്പന്നൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാനൊന്ന് പ്രാർത്ഥിക്കൂ എന്ന് പറയുന്നത് പോലെയല്ല. എപ്പോഴും ഒരു വാഞ്ചയും ദാഹവും ദൈവകാര്യങ്ങളിൽ നമുക്ക് മടുക്കാതെ ഉണ്ടാകട്ടെ. അടുത്ത വാക്യം. നീ കണ്ടോ, എന്റെ ഉള്ളിൽ നിന്നാണ് ആഗ്രഹം കിടക്കുന്നത്. എന്റെ പ്രാണനാണ് എന്ത് ചെയ്യുന്നത്? ദൈവത്തിനായി ദാഹിക്കുന്നത്. നമ്മുടെ വിശപ്പ് മാറാനാണ്. ഇവിടെ കണ്ടോ, ആ യഥാർത്ഥമായൊരു ദാഹം ഉള്ളി എന്ന് പറഞ്ഞു. അവനെ ആർക്കും തടുക്കാൻ പറ്റുകയില്ല. അവനത്രേ ദൈവരാജ്യത്തിൽ എത്തുന്നതും അവനത്രേ ദൈവത്തിന്റെ മക്കളായി മാറുന്നതും അവർ ദൈവത്തോടു കൂടെ നടക്കും, ദൈവത്തോടു കൂടെ ഇരിക്കും.
ഇത് ഉള്ളിൽ നിന്നൊരു ആഗ്രഹം ഉണ്ടാവണം. അതുകൊണ്ട് ആരെങ്കിലും കയറിയിട്ട് എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോവില്ല. ഹല്ലേലൂയ. ചെറിയ ദൈവകാര്യങ്ങൾ ചെറുതാണെങ്കിൽ പോലും വലിയ വില കൊടുക്കും, അതിനൊരു സമയം കൊടുക്കും, വേർതിരിവ് കൊടുക്കും. ഇങ്ങനെയെങ്കിലും എനിക്ക് ആ കൂട്ടത്തിൽ ഇരിക്കണമെന്ന് ചിന്തിക്കും. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് പറഞ്ഞ 42-ാം സങ്കീർത്തനം നിങ്ങൾ പിന്നെയും ധ്യാനിച്ചുകൊള്ളണം. അതിനകത്ത് കോരഹപുത്രന്മാരുടെ ധ്യാനത്തിനകത്ത് അത് കിടക്കുമ്പോ ഇതുപോലുള്ള അനുഭവമില്ലാത്ത ആയിരങ്ങൾ അപ്പുറത്തിപ്പുറത്തിരിപ്പുണ്ട്. പക്ഷെ ഇവർക്കത് വേണമെന്ന് അവരുടെ ഉള്ളത്തിൽ പറയുക. അടുത്ത അടുത്ത് പറയുന്നുണ്ടോ, ദൈവമേ നീ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. കോരഹിന്റെ പുത്രന്മാരൊന്നും മോശ കണ്ടതുപോലുള്ള കാര്യങ്ങൾ കണ്ടതായിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ അവർ കേട്ടതും അറിഞ്ഞതും വെച്ചിട്ട്, കേട്ടറിവിലും അനുഭവങ്ങളിലും വെച്ചൊരു ജീവനുള്ളൊരു ദൈവമുണ്ട് എന്ന് സംശയിക്കാതെ അവർ വിശ്വസിച്ചു. ആമേൻ. നമുക്കും വേണ്ടത് ഈ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞു തരുന്ന നിത്യത എന്നുള്ള വിഷയം, നമ്മളോട് ഇടപെട്ട ആത്മാവ് ഇടപെടുന്ന വിഷയങ്ങളെ സംശയിക്കാതെ വിശ്വസിക്കാൻ സാധിക്കണം. ഹല്ലേലൂയ. പലപ്പോഴും സംശയം, കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്, ദൈവകാര്യങ്ങളെ കുറിച്ച് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കി കളയുന്നത് നമ്മിലെ ജഡമനസ്സാണ്. എല്ലാം പിശാചിന്റെ തലയിൽ കെട്ടി വെച്ചു കൊടുത്തിട്ട് അങ്ങനെ നടക്കും. നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പിശാചിനൊരു റോളൊന്നുമില്ല, നമ്മളെന്നെ ചെയ്തോളും. ദൈവകാര്യങ്ങളെ മാത്രം തടയാൻ വേണ്ടി അവൻ നിൽക്കുകയാണെന്ന് കരുതൽ. ദൈവകാര്യങ്ങളെ തടയാൻ ആർക്കും കഴിയത്തില്ല. സാത്താൻ അതിന്റെ മേൽ ഒരു അവകാശവുമില്ല. പക്ഷെ നമ്മൾ പുതിയ വാഞ്ചയോടും കൂടെ നിങ്ങൾ വായിക്കാൻ തുറന്നു നോക്കിയേ. പുതിയ വാഞ്ചയോടും കൂടെ നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ വന്നേ, പ്രതിഫലം കാണാതെ പോവുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ വന്നിട്ടുള്ള വീരന്മാരുടെ പട്ടികയാണ് ഞാൻ നേരത്തെ പറഞ്ഞ 11-ാമത്തെ കാര്യം. അങ്ങനെ നിൽക്കുന്ന ഒരു മനസ്സിന്റെ ഉടമയായി നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ ഒരു ആഗ്രഹം വരണം. ഹല്ലേലൂയ. നാളെ നമ്മുടെ കാലങ്ങൾ മാറിയേക്കാം, നമ്മുടെ സാഹചര്യങ്ങൾ മാറിയേക്കാം, പക്ഷെ ദൈവവുമായുള്ള ബന്ധം മാറരുത്. ഉന്നത ജോലിയിൽ നമ്മൾ പ്രവേശിച്ചേക്കാം, പ്രതികൂലങ്ങളുടെ മധ്യം നിന്നേക്കാം, പക്ഷെ ദൈവവുമായുള്ള ബന്ധം നാൾക്ക് നാൾ പുതുക്കണം. നാൾക്ക് നാൾ വർദ്ധിച്ചു വരണം. പ്രാർത്ഥനയിൽ ഒരിക്കൽ ദൈവം ഇടപെട്ടില്ലെങ്കിൽ സങ്കടം ഉണ്ടാകണം. എന്താ അപ്പ എന്നോട് പിണങ്ങിയിരിക്കുന്നതെന്ന് ചോദിക്കണം. അല്ലെങ്കിൽ ഇപ്പൊ എന്താ എന്നോട് സംസാരിക്കാത്തതെന്ന് ചോദിക്കണം. ഹല്ലേലൂയ. ഇതൊക്കെ പരസ്യമായിട്ട് വിളിച്ചു പറയാൻ പറ്റുമോ? ഇല്ല. അത് രഹസ്യത്തിലെ പ്രാർത്ഥനയാണ്. സങ്കീർത്തനങ്ങളൊക്കെ രഹസ്യത്തിലാണ് രചിക്കപ്പെടുന്നത്, പരസ്യത്തിൽ വായിച്ചു കേൾക്കുന്നതാണ്. അപ്പൊ ദൈവവുമായി ആഴത്തുള്ള ഒരു ബന്ധത്തിൽ പറയുകയാണ്, എന്റെ ആത്മാവ് തന്നെ നിനക്കായി എന്ത് ചെയ്യാണ്? എന്റെ ആത്മാവ് നിന്നെ കാണുവാൻ കാക്ഷിക്കുന്നു. വായിച്ചേ. ഇനി കണ്ടോ, എന്റെ ആത്മാവ് ജീവനുള്ള, ഇത് നമ്മൾ തിരിച്ചറിയണം. രക്ഷിക്കപ്പെട്ട പറയണം ജീവനുള്ള ഒരു ദൈവം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളണം. ആമേൻ. പലർക്കും കുരിശടി പ്രാർത്ഥനകളാണ് ഇഷ്ടം. തിരിച്ചു ചോദിക്കാത്ത, തിരിച്ചു മറുപടി പറയാത്ത ഒരു ദൈവമാണ് എന്റെ ദൈവമെന്ന് പലർക്കും തോന്നിപ്പോകുന്നുണ്ട്. തെറ്റ് ചെയ്ത ഉടനെ ശിക്ഷ വന്നില്ലെങ്കിൽ തോന്നുന്നത് എന്താണെന്നറിയോ? ദൈവം കണ്ടില്ല, അല്ലെങ്കിൽ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ദൈവത്തിന് ഒരിക്കലും മാറ്റമില്ല, തിരുവെഴുത്തുകൾക്ക് മാറ്റമില്ല. മാറേണ്ടത് നമ്മളാണ്. ഹല്ലേലൂയ. മനം തിരിയേണ്ടത് ദൈവമല്ല, നമ്മളാണ്. നമുക്ക് വേണ്ടി പുതിയ പാക്കേജുകൾ ദൈവം തരുന്നില്ല. തിരുവെഴുത്ത് തന്നെ വീണ്ടും അങ്ങനെ തന്നെ പറയും. പൗലോസ് അപ്പോസ്തലൻ 3 വട്ടം ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോഴും കർത്താവിന് പറയാനുള്ളത് ഒറ്റ മറുപടിയായിരുന്നു, എന്റെ കൃപ നിനക്ക് മതി, എന്റെ കൃപ നിനക്ക് മതി, എന്റെ കൃപ. 3 വട്ടം പ്രാർത്ഥിച്ചപ്പോൾ എന്തെങ്കിലും കൂടുതൽ തരുമെന്ന് കരുതിയെങ്കിൽ തെറ്റി. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിന്റെ വാക്ക് മാറത്തില്ല. അവൻ ആലോചനയില്ലാതെ നമ്മെപ്പോലെ സംസാരിക്കുന്നില്ല. അവൻ സംസാരിക്കുന്നതൊക്കെയും നിറവോടും അറിവോടും ജ്ഞാനത്തോടും കൂടെ തന്നെ. ആമേൻ. വായിച്ചടുത്ത വാക്യം. കണ്ട, ഇവിടെ ഒരു അന്വേഷണം വരാനുള്ള കാരണം എന്നറിയാം. ഇവരുടെ ഉള്ളം കൊതി വരാനുള്ള ഒരു കാരണം, ചില ഇടങ്ങളിൽ നിന്ന് ചില ചോദ്യങ്ങൾ വന്നു. ഹല്ലേലൂയ. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഈ വിളിക്കുന്നവർക്ക് അല്ലെങ്കിൽ സഭയ്ക്കകത്തുള്ളവർക്ക് ഉപവാസ പ്രാർത്ഥന എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു ഇഷ്ടം തോന്നാത്തത് എന്ത്? ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, അവർ പറയുന്ന എക്സ്ക്യൂസസ് കേട്ട് കഴിഞ്ഞാൽ ചിരി തോന്നും. അപ്പൊ അവർക്ക് ഒരു ന്യായങ്ങൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ തോന്നും, എന്ത് കർത്താവേ ഇങ്ങനെ? അപ്പൊ എന്റെ ഉള്ളത്തിലും എനിക്ക് ദൈവം പ്രകാശിപ്പിച്ചു തന്ന വചനത്തോടുള്ള ദാഹം എന്തെന്ന് ഒരു മനുഷ്യനറിയാം. അവിടെ ഒരു പിശാചിൻ കയറി തകർക്കൊന്നുമില്ല. രക്ഷപ്പെടാനാണ് പലരിലും കുറ്റം ആരോപിക്കുന്നത്. ഹല്ലേലൂയ.
തങ്ങളുടെ പ്രവൃത്തികൾ ശരിയെന്നും പാപം ചെയ്യുവാൻ കൊതിക്കുന്ന മനുഷ്യൻ ദൈവത്തിൽ നിന്ന് മറഞ്ഞിരിപ്പാൻ ആഗ്രഹിക്കും. ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന പലതും വെളിപ്പെട്ടു വരും. വെളിപ്പെടാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? വരാതിരുന്നാൽ മതി എന്നാണ് അവർ കരുതുന്നത്. അത് പരസ്യമായി വെളിപ്പെട്ടു വരും. രഹസ്യത്തിൽ ചെയ്യുന്ന പാപങ്ങൾ പരസ്യത്തിൽ വെളിപ്പെട്ട് വരും. അങ്ങനെയുള്ള നാളുകൾ ഉണ്ടെന്ന് വചനം പറയും. ഹല്ലേലൂയ, ആമേൻ. അതുകൊണ്ട് ഇന്ന് സഭയോട് പറയുന്നു, ഇരിക്കുന്നവരോട് പറയുന്നു, വരാനുള്ളവർ വരട്ടെ, അല്ലെങ്കിൽ അവർക്ക് ബോധിച്ച സമയം കണ്ടെത്തട്ടെ. എങ്കിലും ഞാൻ പറയുന്നു, ഒരു വ്യക്തി ദാഹത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ആത്മാവിനോട് ദൈവം സംസാരിക്കും. ചോദ്യം ഇതാണ്, നിന്റെ ദൈവം എവിടെ? നീ പ്രാർത്ഥിച്ചിട്ട് മറുപടി ഉണ്ടോ? നിന്റെ പ്രാർത്ഥനകൾ എങ്ങനെ കിടക്കുന്നു? നീ ഈ വലിച്ചു വാരിക്കെട്ടി പോയിട്ട് എന്തായി എന്നൊക്കെ ചോദിക്കുന്ന 100 ചോദ്യങ്ങൾ ഉത്തരമുണ്ട്. 100 ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉയർന്നു പോകുന്നു. പോകാത്തവന് ജാതി വെറുതെ ഇരിക്കുമ്പോഴെങ്കിലും ചോദിക്കും, എന്തായി പ്രാർത്ഥിച്ചിട്ട്? എന്ത് കുറ്റം വന്നാലും പ്രാർത്ഥിക്കുന്നവന്റെ മണ്ടയിലിടുന്ന ഒരു സ്വഭാവം വീട്ടിനകത്ത്. വരാത്തവർക്കെല്ലാം നമ്മളെങ്ങാണ്ട് ഇതെല്ലാം സഹിക്കേണ്ടവരാണെന്നൊരു ധാരണ. അവരെന്ത് ചെയ്യുന്നറിയാമോ? അവർ ഓടിച്ചെന്ന് ഈ ചോദ്യത്തിന് ഒരു മറുപടി കിട്ടണം. നിന്റെ ദൈവം എവിടെയെന്ന് ഇത് ഒരു ദിവസമല്ല ചോദ്യം, എല്ലാ ദിവസവും ചോദിക്കാം. നിന്റെ ദൈവം എവിടെ? പ്രാർത്ഥിച്ചിട്ട് എന്താ മാറ്റമുണ്ടോ? ഹലോ, മാറ്റമുണ്ടോ? നമ്മൾ തന്നെ നമ്മളെ നോക്കി പിറുപിറുക്കുന്നൊരവസ്ഥ. ആമേൻ. കണ്ണാടിയിൽ നോക്കിയിട്ട് പിറുപിറുക്കുന്നൊരവസ്ഥ, കണ്ണാടിയിൽ നോക്കാനേ വയ്യാത്ത അവസ്ഥ. ഹല്ലേലൂയ. നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് പറയുന്നത് കൊണ്ട് കേട്ടോ, എന്റെ കണ്ണുനീർ, ഞങ്ങളുടെ കണ്ണുനീരെന്ന് പറഞ്ഞില്ല അവിടെ. അപ്പൊ ആ 2 പേരിൽ ഒരു വ്യക്തിയാകാം. ഓരോ പുത്രന്മാരിൽ ഒരു വ്യക്തി ഈ സങ്കീർത്തനം രചിച്ചു നമുക്ക് കരുതാം. എന്റെ കണ്ണുനീർ രാവും പകലും കണ്ടോ. ദൈവമക്കളെ, കരമത്തിൽ മാത്രം കൊടുത്താണ്ട്. ഹല്ലേലൂയ. ശ്രദ്ധയോടെ, ജാഗ്രതയോടെ ഇരുന്നാട്ടെ, ശ്രദ്ധയോടെ ഇരുന്നാട്ടെ. ഇവിടെ ഒരു വ്യക്തി വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. ആക്രമണം വേറൊന്നുമല്ല, ഇല്ലായ്മകളെയും കുറവുകളെയും ഒക്കെ വെച്ചിട്ട് ഒരു കുത്തൽ. അപ്പോ ആ ഭക്തന്റെ ഉള്ളിൽ കണ്ണുനീര് വരികയാണ്. അത് അവന് ഭക്ഷണമായി മാറുകയാണ്. അവൻ ദൈവത്തോട് ചോദിക്കുകയാണ്, ഇവർ എന്നോട് നിത്യം ഇങ്ങനെ പറയുന്നത് കൊണ്ട് എന്റെ കണ്ണുനീർ നീ കാണാതെ പോകരുതേ. ദൈവമേ, എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. നിന്നെ കണ്ടെങ്കിൽ എനിക്കൊന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാമായിരിക്കും, ഇതാ എന്റെ അപ്പൻ നിൽക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ നടക്കുമ്പോ നമ്മുടെ കൂടെ ദൈവം നടക്കുന്നത് കണ്ടാൽ 4 പേരോട് പറഞ്ഞൂടെ, കണ്ടോ എന്റെ അപ്പനായി പറഞ്ഞത്. അപ്പൊ ആത്മാവായ ദൈവം മനുഷ്യരെ ബോധ്യപ്പെടുത്താൻ കൂടെ നടക്കുന്നില്ല, അവനകത്ത് വസിക്കുന്നു. അപ്പോൾ തന്നെ നമ്മളൊരു കാര്യം തിരിച്ചറിഞ്ഞുകൊള്ളണം, ആത്മാവായ ദൈവം ഉണ്ടെന്ന് ജാതിയൊക്കെ അറിയത്തില്ല, നമുക്കറിയാം. എസർക്ക് മർമ്മം മനസ്സിലായി. എന്നെ കാണുന്ന ദൈവം എന്റെ അടുക്കലുണ്ടെന്ന് ഞാനെങ്കിലും അറിയാം. ഇത് പറയുമ്പോൾ ഉള്ളിൽ നിന്ന് ഭയങ്കരമായിട്ട് കരച്ചിലുണ്ടായി. എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു അവർ? എന്തുകൊണ്ട് അവർ ഇങ്ങനെ പറയുന്നു? ദൈവമേ, നിന്റെ വാഗ്ദത്തങ്ങളൊക്കെ എവിടെ? ദൈവമേ, നീ എന്നോട് സംസാരിച്ചിട്ട് നാളെത്രയായി? വീണ്ടും വീണ്ടും ഇടതടവില്ലാതെ ഉറപ്പിക്കുന്ന വാഗ്ദത്തങ്ങളൊക്കെ എവിടെ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വന്നു. ചിലപ്പോൾ ഞെരുക്കങ്ങൾ വന്നിട്ടുണ്ടാവും, ചോദ്യങ്ങൾ വന്നു. രോഗം വന്നിട്ടുണ്ടാവും, ചോദ്യങ്ങൾ വന്നു. എന്തുകൊണ്ട് ഇതൊക്കെ വന്നു? എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കയറി ചെല്ലുന്ന ഭക്തന്റെ മുഖം കണ്ടോ? അടുത്ത വാക്യം. ഇപ്പോ പെട്ടെന്നൊരു ചിന്ത വന്നു. 2 തലങ്ങൾ അതിനകത്ത് ഇടപെട്ടു. ഒന്ന്, രഹസ്യത്തിലുള്ള ഒരു കരച്ചിലാണ്. പരസ്യത്തിലുള്ള കുറ്റം വിധിക്കലുകളും രഹസ്യത്തിലുള്ള കരച്ചിലുകളും. അപ്പൊ ഉള്ളിൽ നിന്ന് ആത്മാവ് തന്നെ ആ മനുഷ്യനെ ഉത്തേജിപ്പിച്ചുകൊണ്ട് പറയാണ്, നീ ഒരിക്കലും എന്റെ സന്നിധിയിൽ സന്തോഷത്തോടെ കയറി വന്നില്ലേ? നിന്റെ ആദ്യ സ്നേഹത്തിലും പ്രശ്നങ്ങൾ നിനക്കുണ്ടായിരുന്നില്ലേ? പ്രതികൂലങ്ങൾ ഉണ്ടായിരുന്നില്ലേ? പക്ഷെ എന്നിട്ടും നിനക്ക് ആനന്ദിക്കാൻ പറ്റിയില്ലേ? എന്റെ സഭയെ, ചെവിയുള്ളവൻ കേൾക്കട്ടെ. പ്രതികൂലങ്ങൾ മാറിയത് കൊണ്ടല്ല നീ എന്റെ അടുക്കൽ നിന്ന് ആരാധിച്ചത്. ചോദിക്കുന്നവർ അന്നുമുണ്ട്, ഇന്നുമുണ്ട്, നാളെയുമുണ്ട്. എന്നാൽ മാറിയ നീ എന്നെ സ്നേഹിക്കുവാൻ എന്റെ അടുക്കൽ വന്ന നിനക്ക് എന്നിൽ നിന്ന് പ്രതിഫലം കിട്ടിയിരുന്നു. ഹല്ലേലൂയ. ഞാൻ നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല. ആത്മാവ് ഹൃദയത്തോട് സംസാരിക്കും. ആമേൻ. അല്പം ക്ഷീണിച്ചു പോകുമ്പോ പഴയ കാര്യങ്ങൾ, നൊസ്റ്റാൾജിയകൾ വരും.
ഏത് നൊസ്റ്റാൾജിയ? തകർച്ചയുടെ നൊസ്റ്റാൾജിയല്ല, ദൈവവുമായി സംവദിച്ച നൊസ്റ്റാൾജിയകളില്ലേ? ദൈവത്തോട് ഇരുന്ന സമയങ്ങളില്ലേ? ശക്തിയോടെ പ്രസംഗിച്ച, പ്രസംഗം കേട്ട, ദാഹത്തോടെ ഇരുന്ന നിമിഷങ്ങളില്ലേ? അതിന് ദൈവം ഓർമ്മ തരുമെന്ന് വചനം പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വായിച്ചാട്ടെ. എന്റെ ആത്മാവേ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? എന്റെ ആത്മാവേ, കണ്ടോ? ഇതിന്റെ മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് കിടക്കുവാണ്. അതിനകത്ത് ആത്മാവ് ഈ മനുഷ്യന്റെ ആത്മാവിനോട് പറയുകയാണ്, എന്റെ ആത്മാവേ നീ എന്തിന് വിഷാദിച്ച് ഉള്ളില് ഞരങ്ങുന്നു? ഇത് പറയുമ്പോൾ ഇതിനകത്ത് അർത്ഥങ്ങളുണ്ട്, ദൂതുകളുണ്ട്. ദൈവം നമ്മോട് സംസാരിക്കും. ഹല്ലേലൂയ. ദൈവം തന്റെ സഭയെ വിളിക്കുന്നത് എന്റെ മണവാട്ടി എന്നാണ്. എന്നാൽ ഈ സങ്കീർത്തനത്തിൽ പറയുന്നു, എന്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളില് ഞരങ്ങുന്നതെന്ത്? ഒരു ഞരക്കം, വിഷാദം കൊണ്ടൊരു ഞരക്കം. അത് ഞരക്കത്തിന്റെ കാരണം നിന്റെ ദൈവം എവിടെ എന്നുള്ള ചോദ്യമാണ്. നിന്റെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി എവിടെ എന്നുള്ള ചോദ്യമാണ്. മാറ്റങ്ങൾ കാണുന്നില്ലല്ലോ എന്നുള്ള കുത്തുവാക്കുകൾ അകത്തുണ്ട്. മാറ്റങ്ങൾ വെളിപ്പെടുന്നില്ലല്ലോ എന്നുള്ള കുത്തുവാക്കുകൾ അകത്തുണ്ട്. ആ ചോദ്യങ്ങൾ ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഇതിന്റെ കരച്ചിലും എല്ലാം കൊണ്ട് പറയുമ്പോൾ ദൈവം ആ മനുഷ്യനെ ആശ്വസിപ്പിക്കുകയാണ്. കൊണ്ട് പറയുന്നു, സഭയിൽ ഓരോരുത്തരും ഉപവസിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, പ്രാർത്ഥനകൾക്ക് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് യഥാർത്ഥത്തിൽ അന്യായ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ. അന്യായമായി നാം കെട്ടിയിരിക്കുന്ന, നാം നിരൂപിച്ചു വെച്ചിരിക്കുന്ന കോട്ടകൾ തകർക്കപ്പെടട്ടെ. ആവശ്യമില്ലാത്തൊരു ഒരു 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 പ്രശസ്തി പിശാചിന് കൊടുക്കാതിരിക്കും. അവന്റെ നാമമല്ല വിളിക്കേണ്ടുന്നത്. നാം കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുക, കർത്താവിന്റെ നാമത്തോട് പറ്റിയിരിക്കുക. നമ്മിൽ നിന്ന് മാറ്റേണ്ടുന്ന ജഡസ്വഭാവങ്ങളെ വല്ലവനെ തല കെട്ടിവെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. അത് വീഴ്ചയാണ്. ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പാകെ തന്നെത്താൻ താഴ്ത്തുന്നവനെ ദൈവം ഉയർത്തും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വെളിച്ചത്തോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നവൻ വെളിച്ചത്തിൽ കൂടെ വസിക്കും. ആമേൻ. ഹല്ലേലൂയ. ഇരുട്ടിനെ വല്ലപ്പോഴും പ്രണയിക്കുന്നവൻ ഇരുട്ടുമായുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോകും. പാപം ചെയ്യുവാൻ കൊതിക്കുന്നവൻ ദൈവത്തിന്റെ മുമ്പാകെ വരാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ ചെയ്യുന്നത് ശരിയാണെന്ന് വാദിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഈ ലോകത്തിൽ രണ്ടു തരത്തിൽ ജീവിക്കാം. ഒരു വെറും മനുഷ്യനായും ജീവിക്കാം, ബുദ്ധിയുള്ള മനുഷ്യനായും ജീവിക്കാം. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് ദൈവം നോക്കുന്നത് സഭയ്ക്കകത്താണ്. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ ദൈവം നോക്കുന്നത് സഭയ്ക്കകത്താണ്, പുറത്തുള്ള ജാതികളെ അല്ല നോക്കുന്നത്. ഇതിനകത്ത് ദൈവത്തെ നോക്കുന്ന ഭക്തനുണ്ടോ, ദൈവത്തെ നോക്കുന്നവരുണ്ടോ എന്ന് ദൈവസഭയ്ക്കകത്ത് ദൈവം നോക്കും. ഹല്ലേലൂയ. ആമേൻ. അടുത്ത വാക്യം. എന്റെ ആത്മാവേ നീ വിഷാദിച്ച ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അപ്പൊ പരിശുദ്ധാത്മാവ് ആ മനുഷ്യനെ പ്രബോധിപ്പിക്കുന്നത് കണ്ടു. ഞാൻ നിന്റെ വിഷമമൊക്കെ മാറ്റിത്തരാം, നാളെ ആകട്ടെ, അങ്ങനെയല്ലോ പറഞ്ഞു. മറ്റൊന്നാ ഞാൻ വാഗ്ദത്തങ്ങൾ ഞാൻ നിവൃത്തീകരിച്ചില്ല, നീ മുട്ടി കരയുന്നുണ്ടല്ലോ, നിന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ നാളെ തന്നെ ശരിയാക്കി തരാം. ചിലർക്ക് അങ്ങനെ ഒരു ധാരണ, കരഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം കിട്ടും. അത് തരത്തില്ല. അപ്പനറിയാം എപ്പോഴും കൊടുക്കണമെന്ന്. അപ്പൊ ഇവിടെ ഈ മനുഷ്യൻ കരഞ്ഞ് ചെല്ലുമ്പോ ആത്മാവ് പ്രബോധിപ്പിക്കുന്നത് കണ്ടോ, നീ വിഷാദിച്ച് ഉള്ളില് ഞരങ്ങേണ്ട, നീ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കാൻ പറയുക. അപ്പൊ ഇവന്റെ പ്രത്യാശ നഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ ആത്മാവ് അവനെ പ്രത്യാശിക്കാൻ പറയണേ. ദൈവത്തിന്റെ ഇടപെടൽ കണ്ടോ, പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ കണ്ടോ. നീ പ്രത്യാശ നഷ്ടപ്പെട്ടവരാകരുത്. ദൈവത്തിലുള്ള പ്രത്യാശ നഷ്ടപ്പെടരുത്. ഉപവസിക്കുന്നത് വെറുതെ അല്ല, പ്രാർത്ഥിക്കുന്നത് വെറുതെ അല്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം കേൾക്കുന്നത് വെറുതെ അല്ല. ഇന്ന് സഭയോട് പറയുന്നു, നിന്റെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകരുത്. ദൈവം നമ്മളെ ഉണർത്തുന്ന രീതികൾ നമ്മൾ പഠിക്കണം. എല്ലാവർക്കും പ്രവചനം കേട്ടങ്ങ് തുള്ളിച്ചാടിപ്പോകും. പ്രവചനം കേൾക്കുക, അല്ലെങ്കിൽ ഭയങ്കര ഇപ്പൊ നമുക്ക് അങ്ങനെ വാദ്യഘോഷങ്ങളൊന്നുമില്ല. ഈ ഡംസെറ്റിന്റെ ഒക്കെ ഇതിന്റെ ഇടയിൽ നിന്നൊക്കെ ഒന്ന് ചാടി തുള്ളി മറിഞ്ഞടിച്ച് ഒരു ബഹളം കേൾക്കും. പുറത്തുള്ളവർക്കും പ്രശ്നം. എല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ നമ്മളും കാറ്റുപോയ ബലൂൺ പോലെ പോകും. ഹല്ലേലൂയ. എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ ഭയങ്കര ആരാധനയായിരുന്നു, നിലത്ത് നിർത്തിയില്ല എന്നൊക്കെ പറയും. ഇവിടെ കണ്ടോ, ദൈവം ഒരാളെ ഉണർത്തുന്നത് കണ്ടോ, ദൈവം ഒരു ഉണർവിനെ കൊടുക്കുന്നത് കണ്ടു. കോരഹപുത്രന് ഒരു ഉണർവ് കൊടുക്കുകയാണ്. ചോദിച്ചു വന്നത് ഇതാണ്, അവരെന്നെ കുത്തുന്നു, ഇവരെന്നെ കുത്തുന്നു, ഇതൊക്കെയാണ് ചോദ്യം. പക്ഷേ ആത്മാവ് പറയുന്നത്, നീ എന്തിനു ചുമ്മാ കരയുന്നു, നീ പ്രത്യാശ വയ്ക്കും. നിന്റെ പ്രത്യാശയാണ് കുറഞ്ഞു പോയത്. വാഗ്ദത്തങ്ങൾ കേട്ടിട്ട് കുറച്ചായി കർത്താവേ, എത്ര കാലം ഇത് തന്നെ കേട്ടോണ്ടിരിക്കണം, വല്ലതും നടക്കും.
ഇതൊക്കെ നമ്മുടെ ചോദ്യങ്ങളാണ്. ഹല്ലേലൂയ. 100 ചോദ്യങ്ങൾ നമുക്കുണ്ടാകും. എന്നിട്ട് നമ്മൾ കമ്പാരിസൺ നടത്തും. എന്താ കമ്പാരിസൺ എന്നറിയോ? നമ്മുടെ കുറവിനെയല്ല കമ്പാരിസൺ നടത്തുന്നത്, മറ്റുള്ളവരെ കുറിച്ച് കമ്പാരിസൺ ചെയ്യും. നമ്മുടെ ദൈവവുമായുള്ള ബന്ധത്തിൽ വന്ന വീഴ്ചകളും കുറവുകളും എന്താ പരിശോധിക്കാത്തത്? നമ്മുടെ മേൽ ദുഷ്ടൻ വയ്ക്കുന്ന കാര്യങ്ങളെ നമ്മളെന്താ തിരിച്ചറിയാതെ പോകുന്നു? ആത്മാവിന്റെ ശബ്ദത്തിന് ചെവി കൊടുക്കാത്തത് എന്താ? യെശയ്യാ 30 വളരെ വ്യക്തമായി പറയുന്നു, എന്നെ കൂടാതെ ആലോചന കഴിക്കരുതെന്ന്, എന്റെ ആത്മാവിനെ കൂടാതെ സഖ്യത ചെയ്യരുതെന്ന് വചനം പറയും. ദൈവത്തിന്റെ ആത്മാവും ദൈവത്തിന്റെ നാമവും കൂടാതെയുള്ള എല്ലാ കാര്യത്തിലും മിശ്രൈമ്യ വ്യാപാരങ്ങൾ അതിനകത്ത് കയറും. കള്ളനെ കയറ്റണമെങ്കിൽ നല്ലവനെ ഒഴിവാക്കിയേ പറ്റുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് ദൈവത്തോട് മാറി നിൽക്കാൻ പറയും. ബിലയാം ചെയ്തത് അങ്ങനെയല്ലേ? ബാലാക്കിന്റെ അടുക്കൽ നിന്ന് വന്ന ആൾക്കാരെ വീടിനകത്ത് കയറ്റി താമസിക്കേണ്ട കാര്യമുണ്ടോ? താമസിക്കുന്നതിന് മുമ്പ് ചോദിച്ചൂടെ ദൈവത്തോട്, ഇവരെ ഇവിടെ പാർപ്പിക്കണോ വേണ്ടായോ? ഇനി ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ആത്മാവ് അപ്പോഴും തന്നെ ഇടപെട്ടിട്ടുണ്ടാവില്ലേ? നീ ജാതികളോട് ഇണയില്ല പിണ എന്ത് ചെയ്യരുത്, കൂടരുത്. അവർ വന്ന ഉദ്ദേശം പറഞ്ഞപ്പോൾ തന്നെ ആട്ടി പുറത്തായിക്കൂടെ? ഹല്ലേലൂയ. വാദിക്കാൻ വരുന്നവരോട് 2 വാക്ക് പറയുവാൻ തിരുവെടുത്ത് ദൈവത്തിന്റെ ആത്മാവ് നമ്മിലോട്ട് ഇടപെടത്തില്ലയോ? നിശ്ചയമായിട്ട് ഇടപെടും. അവഗണിക്കുക അത്രേ ചെയ്യുന്നത്. അപ്പൊ സഖ്യത വിട്ടുകളഞ്ഞു, സഖ്യത വിട്ടു, പ്രത്യാശ വിട്ടു. എന്നാൽ ഈ മനുഷ്യൻ പ്രത്യാശ വിട്ടില്ല. ഈ മനുഷ്യന്റെ ഉള്ളിലുണ്ടായ തളർച്ചയാണ്, ഒരു ചെറിയൊരു താഴ്ചയാണ്. പക്ഷെ ആ മനുഷ്യനോട് പരിശുദ്ധാത്മാവ് പറയുന്നുണ്ടോ, നിന്റെ ആത്മാവിന്റെ വിഷാദത്തെ കുറിച്ചുള്ള വാക്യങ്ങളാണ് ഈ കിടക്കുന്നത്. വിഷാദം, ആത്മാവിനൊരു വിഷാദം. നിന്റെ മനസ്സിലെ മനുഷ്യാത്മാവ് എന്ത് ചെയ്തിരിക്കുക? വിഷാദിച്ച് ഉള്ളില് ഞരങ്ങി ഞെരുങ്ങി ഇങ്ങനെ ഇരിക്കുക. നിന്റെ ഉള്ളം ഞരങ്ങി ഞെരുങ്ങിയിരിക്കുക. അപ്പൊ പറയാണ്, നീ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. നീ പ്രത്യാശ വയ്ക്കുക ദൈവത്തിൽ. അടുത്ത വാക്ക്, അവൻ എന്റെ മുഖപ്രകാശ രക്ഷയാകും. ഇപ്പൊ കണ്ടോ മാറുകയാണ്. ഇവിടെ എന്നെ ഭയങ്കരമായി സ്വാധീനിച്ചൊരു വാക്യമാണിത്. എന്റെ ആത്മാവേ, എന്റെ മണവാട്ടിയെ, എന്റെ മകളെ, എന്റെ മകനെ, നീ വിഷാദിച്ച് ഞരങ്ങുന്നത് എന്തിന്? പരിശുദ്ധാത്മാവ് ഇങ്ങനെ സംസാരിക്കുന്നത് എത്ര പേർ വിശ്വസിക്കും? ഞാൻ വിശ്വസിക്കും. ഹല്ലേലൂയ. ഒരു 2 പേജ് എഴുതിയും തരത്തൊന്നുമില്ല. ഒറ്റ വാക്ക് മതി, ഒരു വാക്ക് മതി ദൈവത്തിന് നമ്മളെ ഉണർത്താൻ. ഹല്ലേലൂയ. ഒരു ചെറിയ സ്പർശനം മതി നാം ഉണർന്ന് എഴുന്നേൽപ്പാൻ. ആമേൻ. അടുത്ത, എന്റെ ദൈവമേ, എന്റെ ആത്മാവ് എന്നിൽ വിഷാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് യോർദാൻ പ്രദേശത്ത് ഞാൻ അവിടെ പറഞ്ഞ ഭാഗം കൂടുകയാണ്. ദാഹത്തോടെ നാം ഇരിക്കണം. ഹല്ലേലൂയ. കൊതിയോടെ നാം ഇരിക്കണം. ദൈവമേ, എന്നോട് സംസാരിക്കാതെ പോകരുതേ. ഈ കഴിഞ്ഞ ദിവസം രാത്രി ദൈവത്തിന്റെ ആത്മാവ് നെഹമ്യാവിന്റെ പുസ്തകം വായിക്കാനിടപെടുകയും ഞാനത് വീണ്ടും ഇന്ന് രാവിലെ നോക്കുമ്പോൾ അതിനകത്ത് ഒരു പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞിട്ട് കർത്താവിന്റെ ദാസന് അത് മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. ഇടപെട്ടൊരു കാര്യം പറയുകയാണ്. നെഹമ്യാവിന്റെ പുസ്തകം അപ്പോൾ ഇപ്പൊ കഴിഞ്ഞു പോയത് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ട വിഷയം ഇതാണ്: വിഷാദമുണ്ടാകത്ത്, ദൈവത്തിനുള്ള പ്രത്യാശ നഷ്ടപ്പെട്ട പ്രാർത്ഥനകൾ. നിന്റെ ദൈവമേ എവിടെ എന്നുള്ള ചോദ്യം പുറത്തും അകത്തുമുണ്ട്. ആമേൻ. ഇതൊന്ന് പുറത്തു വരുന്ന സഭ. ഹല്ലേലൂയ. അടുത്ത നെഹമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം മുതൽ വായിക്കാം. നെഹമ്യാവിന്റെ പുസ്തകം. അതിന് അവർ എന്നോട്, പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരൂശലേമിന്റെ മതിൽ ഇടിഞ്ഞു, അതിന്റെ വാതിലുകൾ തീവച്ച് ചുറ്റും കിടക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ വായിക്കാവോ? അതിന് അവർ എന്നോട്, പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. ഈ നെഹമ്യാവ് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായി എത്ര വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ദൈവഭയമുള്ള, ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായി. അപ്പൊ നമുക്ക് തോന്നും, ദൈവമേ, ചിലർ പറയാറുണ്ട്, ഞാൻ കൊള്ളക്കാരനായിരുന്നു, എന്നെ അവിടെ നിന്ന് ദൈവം രക്ഷിച്ച് കൊണ്ടുവന്നു എന്നൊക്കെ പറയാറുണ്ട്. എന്തെങ്കിലും ഒരു ദൈവത്തോട് അടുക്കാൻ പറ്റുന്ന ഒന്നകത്തുണ്ട്. അവർ സാഹചര്യങ്ങൾ കൊണ്ടോ
പാപത്തിന്റെ അടിമ നുഖത്തിൽപ്പെട്ടോ അങ്ങനെയൊക്കെ ആയിപ്പോയതാണ്. ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു ക്വാളിറ്റി അതിനകത്ത് കിടപ്പുണ്ട്. ആമേൻ. ഇവിടെ കണ്ടോ, പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയ ചിലരെ കുറിച്ച് നെഹമ്യാവിന്റെ ചെവിയിൽ വാർത്ത എത്തുകയാണ്. ആമേൻ. ദൈവസഭയെ കുറിച്ചും ദൈവിക ഇന്ന് ഈ കാലഘട്ടത്തിൽ ആത്മാവിലെ പ്രാർത്ഥനകൾ ഇല്ലാത്ത ജീവിതമാണ്. പ്രാർത്ഥനയുണ്ട്, ആവശ്യങ്ങളുടെ മേലുള്ള പ്രാർത്ഥനയാണ്, എന്നാൽ ആത്മാവിന്റെ പ്രാർത്ഥന നഷ്ടപ്പെട്ടിരിക്കുന്നു. സുവിശേഷത്തെക്കുറിച്ചുള്ള എരിവ് കുറഞ്ഞിരിക്കുന്നു. ആമേൻ. ദൈവം തന്ന ആലോചനയെ നടപ്പിലാക്കാനുള്ള ശക്തി കെട്ടുപോകുന്നു. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ദൈവം കൊടുക്കുന്ന ആലോചനകളെ നടപ്പിലാക്കാൻ കഴിയായികയാൽ അവർ ദൈവത്തിങ്കൽ നിന്ന് ശക്തി പ്രാപിക്കാതെ പോകും. ആമേൻ. ചില ഭയങ്കരമായിട്ട് സുവിശേഷം ചെയ്യുന്നത്, ട്രാക്ട് കൊടുക്കുന്നത് കാണാം. അവരുടെ ഓരോ വിഷനാണ്. ഇവിടെ ഞാൻ കുറച്ചുകൂടെ ആഴത്തിൽ കയറി പറയുകയാണ്. ദൈവം നെഹമ്യാവിനെ ഉണർത്തിയതാണോ, വേറൊരു വ്യക്തി വഴി നെഹമ്യാവിന്റെ അടുക്കൽ വാർത്ത എത്തിച്ചതാണോ? അല്ല. നെഹമ്യാവ് പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. നെഹമ്യാവിനോട് പിന്നെ ദൈവം സംസാരിക്കാൻ തുടങ്ങി. പക്ഷെ അതിനു മുമ്പ് നെഹമ്യാവ് ഈ വാർത്ത കേട്ട് എന്ത് ചെയ്യുമെന്ന് കാണിച്ചു തന്നു. ഇപ്പൊ മനസ്സിലായോ? ഹലോ. ദൈവം രാത്രി നിങ്ങളെ ഉണർത്തി സഭയിൽ എത്തിച്ചതാണോ, സഭയിൽ കൂടി സംസാരിച്ചതാണോ? സഭയിൽ കൂടി ദൈവം സംസാരിക്കും. ഹല്ലേലൂയ. ഒരു ദൈവദാസനോ ദാസിയോ നിങ്ങളോട് സംസാരിക്കും. ആമേൻ. ഇവിടെ കണ്ടോ, നെഹമ്യാവ് എന്ന ചരിത്രം രചിക്കുന്ന ഒരു പുരുഷൻ വെളിപ്പെടുന്നതിന് മുമ്പ് ആ ദേശത്തെ ഒരു വർത്തമാനമാണ് ആദ്യം കേൾപ്പിച്ചത്. എന്താണ് മനസ്സിലായോ? യേശുവിനെ കുറിച്ചൊരു വർത്തമാനമാണ് ആര് കേട്ടത്? കൊർന്നല്യോസ് കേട്ടത്. യേശുവിനെ കുറിച്ചൊരു വർത്തമാനമാണ് സക്കായി കേട്ടത്, ആ രക്തസ്രാവക്കാരി കേട്ടത്. ആമേൻ. അവർ അവരെ അവകാശമാക്കി. ഇവിടെ നെഹമ്യ ഒരു വർത്തമാനം യെരൂശലേമിനെ കുറിച്ച് കേൾക്കുകയാണ്. ഇത് വായിച്ചോ. അതിന് മുമ്പൊരു കാര്യമില്ല, അതിന് മുമ്പൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ. അവർ എന്നോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും. അവരെ കുറിച്ച് ഒരു വാക്ക് പറയുകയാണ്. അവർ കഷ്ടത്തിലാണ്, തെറ്റി ഒഴിഞ്ഞു പോയവർ. ഇവർ ഇങ്ങോട്ട് വരാതെ അവിടെ കിടക്കുന്നവരെ കുറിച്ചൊരു ചിന്ത. സഭയ്ക്ക് ആദ്യം ഉണ്ടാകേണ്ട ചിന്തയാണ്, ഞാൻ രക്ഷിക്കപ്പെട്ടതുപോലെ എന്റെ സ്വന്തക്കാരും ബന്ധക്കാരും ചാർച്ചക്കാരും രക്ഷിക്കപ്പെടണം. ഹല്ലേലൂയ. എന്റെ ബന്ധങ്ങൾ, എന്റെ അപ്പൻ, അമ്മ, മക്കൾ, സഹോദരങ്ങൾ, എന്റെ ബന്ധുക്കൾ, ചാർച്ചക്കാർ ഒക്കെയും സൗഹൃദങ്ങളൊക്കെയും ഈ രക്ഷയിലേക്ക് വരണമെന്നും ഈ സന്തോഷം അനുഭവിക്കണമെന്നുള്ള ചിന്ത ഉണ്ടാവണം. അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു വിഷമം ഉണ്ടായി. അവർ കഷ്ടത്തിലാണ്. അടുത്ത് അപമാനത്തിലും ഇരിക്കുന്നു. നമ്മളെ ഇപ്പോ കോരഹപുത്രന്മാർ ചെന്ന് പ്രാർത്ഥിക്കുമ്പോ നിന്റെ ദൈവം എവിടെ എന്ന് ചോദിച്ചവരുണ്ട്. ഇതേ ചോദ്യം യെരൂശലേമിനകത്ത് ഭയങ്കരമായി വ്യാപരിക്കുകയാണ്. നിങ്ങളുടെ യഹോവ എവിടെ? ചെങ്കടൽ പിളർത്തിക്കൊണ്ടുവന്ന ദൈവം എവിടെ? യോർദാൻ പിളർത്തിക്കൊണ്ടുവന്ന ദൈവം എവിടെ? മഹാശക്തിയോടെ യുദ്ധം ചെയ്യുന്ന നിങ്ങളുടെ ദൈവം എവിടെ എന്നുള്ള ചോദ്യം യെരൂശലേമിനകത്ത് മുഴങ്ങുന്നത് നെഹമ്യാവിന്റെ ചെവിയിലെത്തി. എത്തിച്ചത് ദൈവമാണ്. ഹല്ലേലൂയ. പക്ഷെ ദൂത് കൊണ്ടുവന്നത് വേറൊരാളാണ്. വായിച്ചു. ഒരു വർത്തമാനം ഇങ്ങനെ പറയുന്ന ആൾക്ക് അറിയത്തില്ല അതിനകത്തുള്ള വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി. എന്നാൽ നെഹമ്യാവിന്റെ ഉള്ളിൽ ദൈവം സംസാരിക്കുകയാണ്. നെഹമ്യാവേ, നിന്റെ ദേശമായ ഇസ്രായേലിന്റെ യെരൂശലേമിന്റെ മതിലുകൾ തകർന്നു കിടക്കുന്നു. നെഹമ്യാവിന്റെ ഒരു ഭാരം കയറ്റി വെച്ചതുപോലെ. ഹല്ലേലൂയ. ഇതാണ് ഈ സുവിശേഷത്തെ കുറിച്ചുള്ള ഭാരം. നഷ്ടപ്പെട്ടു പോകരുത്. കേൾക്കുമ്പോൾ അത് ഭാരമായി മാറുകയാണ്. നെഹമ്യാവ് വന്ന് പറയുന്നവന് വല്ല ഭാരമുണ്ടോ? അവന് പ്രത്യേകിച്ച് ഒരു ഭാരമില്ല. ഒരു വാർത്ത കൊടുക്കുകയാണ്. എന്നാൽ ദൈവ നിയോഗമുള്ളവന്റെ മേലെ ആ ഭാരം വെളിപ്പെടും. ഇന്നിപ്പോ ഉപവാസ പ്രാർത്ഥനയെ കുറിച്ച് എത്ര പേർക്ക് ഭാരമുണ്ട്? നമ്മളെ ആൾക്കാരെ കാണാത്തതുകൊണ്ട് സങ്കടമുണ്ടോ? ഭാരമുണ്ടോ? എനിക്കുണ്ട് സൗരങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വാക്യം. അപ്പൊ എന്താ പറഞ്ഞെന്താണ്? ഒന്ന്, അവർ കഷ്ടത്തിലാണ്. രണ്ടാമത് എന്താണ്? അവർ മഹാകഷ്ടത്തിലാണ്. രണ്ടാമത് അപമാനത്തിലാണ്. മൂന്നാമത് എന്താണ്?
യെരൂശലേമിന്റെ മതിലുകൾ പൊളിഞ്ഞു കിടക്കുന്നു, അതിന്റെ വാതിലുകൾ തീവച്ച് ചുട്ടുകളഞ്ഞു. 4 കാര്യങ്ങളാണ് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞ ആളൊക്കെ പോയി. പക്ഷെ ഈ മനുഷ്യന്റെ ഉള്ളിനകത്ത്, ഞാൻ എന്തിനാ പറയുന്നറിയോ, ഓരോ ഉപവാസവും കർത്താവ് അയച്ചിട്ട് വരുന്ന ദൈവദാസന്മാർ കൂടി നമ്മളെ കേൾപ്പിക്കുന്ന വാക്കുകളിലൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. ഞങ്ങളൊക്കെ ആദ്യകാലങ്ങളിൽ ഒരു ഉപവാസ പ്രാർത്ഥന കൊതിയോടെ കാത്തിരിക്കും. ദൈവമേ ഇതെന്ന് വരും, അടുത്ത് വയ്ക്കുന്നില്ലേ എന്ന് ചോദിക്കുന്ന ഒരു കൊതിയനായിരുന്നു. ഹല്ലേലൂയ എന്ന് പറയുന്നു. ഇവിടെ ഉള്ളിൽ ഈ ഭാരവും കൊണ്ട് നെഹമ്യാവ് നടക്കുക. നെഹമ്യാവിന്റെ ഉള്ളിൽ ചിന്ത ഇപ്പോ ഈ രാജാവിന്റെ അന്തഃപുരമല്ല, യെരൂശലേം ഇതിനകത്ത് കയറി. യെരൂശലേമിന്റെ മതിലുകൾ ആരുടെ അകത്ത് കയറി? നെഹമ്യാവിന്റെ ഉള്ളിൽ കയറി. ഒരൊറ്റ വർത്തമാനത്തിൽ കൂടി കയറി. യെരൂശലേമിന്റെ പൊളിഞ്ഞ വാതിലുകൾ ആരുടെ ഉള്ളിൽ കയറി? നെഹമ്യാവിന്റെ ഉള്ളിൽ കയറി. ഇപ്പോ അവിടെ പറയുന്നു, ഇത് കേട്ട നാൾ മുതൽ പ്രാർത്ഥിച്ചും ഉപവസിച്ചും കൊണ്ട് ഞാൻ കുറച്ച് നാളുകൾ, അങ്ങനെയല്ലയോ വാക്യം? ഈ പ്രാർത്ഥന പറഞ്ഞിട്ടങ്ങ് നിർത്തും. ശ്രദ്ധിക്കണം, നേരത്തത് ഒരു പ്രാർത്ഥനയാണ്, ഇപ്പോഴത്തത് ഒരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതിനെ കുറിച്ച് നല്ലൊരു ഉദാഹരണം ഇതാണ്. ആത്മഭാരം ദൈവത്തിന്റെ ആത്മാവ് തന്നാൽ, ഇവിടെ കണ്ടോ, ഇടിവുകളെ കെട്ടുവാൻ, വിടവുകളെ അടയ്ക്കുവാൻ, ആമേൻ, മതിലുകളെ പണിയുവാൻ, പ്രവാസത്തിലായിരുന്ന ജനത്തിന് ഒരു സ്വസ്ഥത കൊടുപ്പാൻ. യെശയ്യാ 60 പറയുന്നത് പോലെ, യഹോവയുടെ ആത്മാവ് ഉള്ളവൻ എഴുന്നേറ്റ് പ്രവർത്തിക്കും. അവൻ ആദ്യം ചെയ്യുന്നത്, ദൈവമാണ് എനിക്ക് ഈ ഭാരം തന്നെന്ന് തിരിച്ചറിയും. രണ്ടാമത്, അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ആരംഭിക്കും. ഇവിടെ നെഹമ്യാവിന്റെ പ്രാർത്ഥന നിങ്ങളൊന്ന് കേട്ട് വായിച്ചേ. സ്വർഗത്തിലെ ദൈവമായ യഹോവേ, നിന്നെ സ്നേഹിച്ച് നിന്റെ കൽപ്പനകളെ അപ്പൊ നെഹമ്യാവിന് ഒരു കാര്യം വളരെ നന്നായിട്ട് അറിയാം. വചനം വിട്ടൊരു കളി ആരും ചെയ്യത്തില്ല. സ്വർഗത്തിലെ ദൈവം എന്ത് ചെയ്യത്തില്ല. അപ്പൊ അതുകൊണ്ട് നെഹമ്യാവ് ആദ്യം വക്കാലത്ത് വെച്ചു, കർത്താവേ, നീ വലത്തോട്ടോ ഇടത്തോട്ടോ മാറാത്ത ദൈവം, നിന്റെ ന്യായപ്രമാണത്തെ തെറ്റിക്കുന്നവരോട് നിനക്ക് ഒരു കൂറുമില്ല, നിന്റെ വചനത്തെ ഉപേക്ഷിക്കുന്നവരോടും കൂറില്ല. അതുകൊണ്ട് ആദ്യമേ തന്നെ പറഞ്ഞു, കർത്താവേ, അതെല്ലാം പെർഫെക്റ്റ് ആണ്. യു ആർ ദ പെർഫെക്റ്റ് ഗോഡ്. ഹല്ലേലൂയ. വായിച്ചേ. നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുൻപാകെ പ്രാർത്ഥിക്കുകയും. രാവും പകലും ഒരു ദിവസം ഇത് കേട്ടെന്നുള്ള പ്രാർത്ഥന, ഇയാൾ പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. ഇത് കേട്ടിട്ട് എപ്പോഴാ ഈ പ്രാർത്ഥന പറഞ്ഞെന്ന് നമുക്ക് അറിയത്തില്ല. ഇതിനിടയിൽ അഗാധമായൊരു പ്രാർത്ഥനാ ബന്ധം ദൈവമായിട്ട് വെച്ചു. ഇവിടെ പറയുന്നു, രാവും പകലും എന്ത് ചെയ്തു? നിന്റെ മുമ്പാകെ കരഞ്ഞു. നമ്മൾ നേരത്തെ വായിച്ചത് കണ്ടോ, കോരഹ് പുത്രന്മാർ നിന്റെ ദൈവം എവിടെയെന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ രാവും പകലും കണ്ണുനീർ ആഹാരമാക്കി. ഇവിടെ നെഹമ്യാവ് ഈ പ്രാർത്ഥനയുടെ മധ്യേ പറയുകയാണ്, രാവും പകലും നിന്റെ ദാസന്മാരായ ഇസ്രായേൽ ജനത്തിനു വേണ്ടി ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. അടുത്ത, ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുന്നു. കേട്ടോ, ഇവിടെ പറയാണ്, നിങ്ങൾ ശ്രദ്ധിച്ച്, വളരെ ശ്രദ്ധിച്ചോണം ഇതിനകത്തുള്ളത്. അതായത് ഉപവാസത്തിന് മുമ്പ് അവനവന്റെ പാപങ്ങൾ ഏറ്റുപറയട്ടെ ദൈവസന്നിധി. ഇവിടെ ഒരു മനുഷ്യൻ ഇടിവിൽ നിന്നുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു അനേകരുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. യേശു നമുക്ക് വേണ്ടി ഇടിവിൽ നിന്നതുപോലെ നാം ഇന്ന് നമ്മുടെ നിത്യതയെ കാംക്ഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ, നിത്യത വേണമെന്ന് നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ, സ്വർഗം അവകാശമാക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, ദൈവം തന്നെയാണ്, ഒരു മാറ്റവുമില്ല. ആ ദൈവത്തിന്റെ മുമ്പാകെ പാപങ്ങൾ ഏറ്റുപറയുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാകണം. സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കരുത്, നിഗളിയാകരുത്. തന്നെത്താൻ താഴ്ത്തുന്നവനെ ദൈവം ഉയർത്തും. ആമേൻ. അടുത്ത, പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയന്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന്. കണ്ടോ, ഇവിടെ പറയാണ്, അവർ ചെയ്യുന്നുണ്ടോ ഇവർ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നപ്പാ, അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നപ്പാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭയ്ക്കൊരു ദാഹം വേണം. സഭയ്ക്കകത്ത് ജനം നിറയാനൊരു ദാഹം വേണം. അനേകം രക്ഷിക്കപ്പെടാനൊരു ദാഹം വേണം. ഒരു പ്രാർത്ഥന വേണം. ആമേൻ. ഹല്ലേലൂയ.
മാറ്റങ്ങൾ ഉണ്ടാകാൻ ഒരു പ്രാർത്ഥന വേണം. നമ്മുടെ ജീവിതം മാറാൻ വേണ്ടി മാത്രമല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്നത്, ദൈവം തന്ന വിഷന് വേണ്ടി പ്രാർത്ഥിക്കണം. അടുത്ത അടിയന്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ ചെവി ശ്രദ്ധിച്ചും നിന്റെ കണ്ണ് തുറന്നും ഇരിക്കണമേ. നമ്മുടെ ഉള്ളിൽ നിന്നൊരു പ്രാർത്ഥന ഇങ്ങനെ ഉയരണ്ടേ. നിന്റെ ചെവി എന്റെ പ്രാർത്ഥന എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അടുത്ത് നിന്റെ കണ്ണ് എന്നെ നോക്കണമേ. നീ കണ്ണ് തുറന്ന് എന്നെ ഒന്ന് നോക്കണമേ. അടുത്ത ഞാനും എന്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ നിന്നോട് ഏറ്റവും വഷളത്തമായി പ്രവർത്തിച്ചു. ഇതൊന്നും വ്യാജ പ്രാർത്ഥനയല്ല കേട്ടോ. നമ്മൾ അനുതാപം വരാത്ത മാനസാന്തരത്തെ കുറിച്ച് കൊരിന്ത്യ ലേഖനത്തിൽ കിടപ്പുണ്ട്. അനുതാപം ഇല്ല, മാനസാന്തരപ്പെട്ടെന്ന് അഭിനയിക്കും. അനുതാപം മാനസാന്തരത്തിലേക്ക് നടത്തും, മാനസാന്തരം ദൈവത്തിന്റെ അടുക്കലേക്ക് കൊണ്ടുചെല്ലും. എന്നാൽ ഇപ്പൊ ചെയ്ത പാപത്തിന് കർത്താവ് എന്നോട് ക്ഷമിക്കണേ, നാളെ കർത്തൃമേശ്വരന് ഇതെല്ലാം ഓക്കെ, നാം മറ്റൊന്ന് ആദ്യം തന്നെ ചെയ്യും. അതിന്റെ അർത്ഥം എന്തെന്ന് മനസ്സിലായോ? വ്യാജ പ്രാർത്ഥന. ദൈവത്തോട് നമ്മൾ കള്ളം പറയുന്നു. ദൈവസന്നിധിയിൽ വന്നിട്ട് അവിടെ നിൽക്കുന്ന ശുശ്രൂഷകൻ ഉണർത്തുന്ന സമയത്ത് കണ്ണുനീരൊക്കെ വരും, എന്റെ പാപങ്ങൾ എന്നോട് പൊറുക്കണമേ, ക്ഷമിക്കണമേ എന്ന്. ഏറിയ 2 നാൾ വീണ്ടും അതേ കാര്യം തന്നെ നാം ചെയ്യുന്നുണ്ടെങ്കിൽ നാം ദൈവത്തോട് വ്യാജം പറയുന്നു. ഇത്രയൊക്കെ മനസ്സിലായി? ഇത് അങ്ങനെയല്ല കേട്ടോ. ഇപ്പൊ ഈ വായിച്ചു കേട്ടത് അങ്ങനെയല്ല. അടുത്ത ഇപ്പൊ വായിച്ചത് നിന്റെ ദാസനായ മോശയോട് നീ കൽപ്പിച്ച കൽപ്പനകളും ചട്ടങ്ങളും വിധികൾ ഞങ്ങൾ പ്രമാണിച്ചിട്ടുമില്ല. ആമേൻ. ഇവിടെ കണ്ടോ, ഞാനും എന്റെ അപ്പനും പാവിച്ചു, ഞങ്ങൾ നിന്നോട് വഷളത്തനം ചെയ്തു. എത്ര പേർക്ക് ഇത് ഏറ്റവും ഒരു വിഷയം നോക്കിയിട്ടേക്ക. ദൈവത്തിന്റെ മുമ്പാണ്, ദൈവസന്നിധിയിൽ നമ്മൾ വഷളത്തനം ചെയ്തിട്ടുണ്ട്, നമ്മൾ പാപം ചെയ്തിട്ടുണ്ടോ, കള്ളത്തനം പറഞ്ഞിട്ടുണ്ടോ? ദൈവത്തിന്റെ സന്നിധി കൂളായിട്ട് ഇരുന്നിട്ട് ദൈവം ഇടപെടുന്ന ആരും കരുതരുത്. നമ്മളെ ശാസിക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല, പക്ഷെ ശാസന കേൾക്കാതിരിക്കാനൊരു പ്രവൃത്തി നമുക്ക് വേണ്ടേ? ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവൻ അത് ചെയ്യണ്ടേ? വേണ്ടായോ? ഈ ഉപവാസം എനിക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഉണ്ടെങ്കിൽ ഇന്ന് പറയുന്നു, ദൈവത്തോട് ഏറ്റു പറയേണ്ടവ ഏറ്റു പറയണം. ദൈവത്തോട് മറിച്ചാൽ പിന്നെ ആര് നമ്മളെ രക്ഷിക്കും? ദൈവത്തോട് നമ്മൾ കള്ളത്തനം കാണിച്ചാൽ ആര് നമ്മളെ വിടുവിക്കും? ആമേൻ. വായിച്ചു. നിങ്ങൾ ദ്രോഹം ചെയ്താൽ ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ചു കളയും. എന്നാൽ നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞ് എന്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവയെ എന്റെ വചനങ്ങളെ പ്രമാണിച്ച് അനുസരിച്ച് നടന്നാൽ നിങ്ങളുടെ ശ്രേഷ്ഠന്മാർ ആകാശത്തിന്റെ അറുതി വരെ എത്തിയിരുന്നാലും ഞാൻ അവിടെ നിന്ന് അവരെ ശേഖരിച്ച്. ദൈവത്തിന്റെ വചനത്തിന് വില കൊടുക്കുന്നവനെ കുറിച്ച് ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. അവരെ കാറ്റടിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞാലും ഇവിടെ നിന്ന് മടക്കി വരുത്തുവാൻ കേൾപ്പുള്ള ഒരു ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളെല്ലാം ഒന്ന് അടച്ച് കർത്താവിന്റെ മുമ്പാകെ അനുതാപമുള്ള ഹൃദയത്തോടെ, നിർമ്മലമായൊരു ഹൃദയം ഞങ്ങൾക്ക് ലഭിക്കണമേ എന്നുള്ള അപേക്ഷയോടെ, അറിയാതെ ഞാൻ ചെയ്തു പോയ പാപങ്ങൾ എന്നൊരു വാക്കില്ല. കർത്താവേ, പാപം എനിക്കറിയാമായിരുന്നു, ഞാൻ അറിഞ്ഞു തന്നെ ചെയ്തു പോയ വീഴ്ചകൾ എന്നോട് പൊറുക്കണമേ എന്നുള്ള അപേക്ഷയോടെ കർത്താവേ, നിന്റെ സന്നിധിയിൽ അടിയങ്ങളെ താഴ്ച ഏൽപ്പിക്കുന്നുണ്ട്. ഈ 2 പ്രാർത്ഥനകളും കർത്താവേ ഏറെ ചേർന്ന് കിടക്കും. ഒന്ന് ആലയത്തിനകത്തും ഒന്ന് ആലയത്തിന് പുറത്തും. 2ഉം അങ്ങേ തേടുന്ന ഭക്തന്മാർ. 2 പേരുടെ പ്രാർത്ഥനകളിലും നിന്റെ ദൈവം എവിടെയെന്നുള്ള ചോദ്യങ്ങളുണ്ട്. ദൈവമേ, നീ പ്രവർത്തിക്കാത്തത് എന്നുള്ള ചോദ്യങ്ങളുണ്ട്. ജാതികളുടെ ചോദ്യങ്ങളുണ്ട്. അതിനൊക്കെയും മറുപടിയായി എന്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. മതിലുകൾ പണിയേണ്ടതിന് നീ പുറപ്പെടുക, ദൈവാലോചന ചോദിച്ച് പുറപ്പെടുക എന്ന് പറഞ്ഞ് ഭക്തനോട് സംസാരിച്ച ദൈവമേ, ഞങ്ങളുടെ സന്നിധിയിൽ നിന്ന് ഞങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഈ ഉപവാസത്തിന്റെ അടുത്ത നിലവാരങ്ങളിലേക്ക് കയറുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നപ്പ, ഞങ്ങളുടെ മേൽ വന്നുപോയ എല്ലാ വീഴ്ചകളും പൊറുക്കണമേ. ഞങ്ങളുടെ ഹൃദയ നിരൂപണങ്ങൾ കണക്കിടാതെ ഞങ്ങളോട് പുറത്ത് ഞങ്ങളെ വിടുവിച്ച് കർത്താവെ, ന്യായവിധിയിൽ നിന്ന് അകറ്റി ക്രിസ്തുവിൽ ഞങ്ങളെ സമ്പന്നരാക്കുന്ന കൃപയുടെ മഹത്വം വെളിപ്പെടേണ്ടതിന് അപേക്ഷിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.
ആമേൻ. ആമേൻ.